ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊരു പൂരി ഉണ്ടാക്കാൻ പോവാ. അപ്പൊ ഈ പൂരി ഞാൻ എങ്ങനെ ഉണ്ടാക്കാൻ പോണേ നിങ്ങളൂടെ ഒന്ന് കാണും. കണ്ടു നോക്കും. അപ്പൊ പൂരിക്ക് ആവശ്യമായിട്ട് മാവൊക്കെ കുഴച്ച് ദേ പരത്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ പൂരിയും ഞാൻ ദേ പരത്തി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവട്ടെ. അപ്പൊ എണ്ണ ഏകദേശമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി പൂരി ഇട്ട് അതിലിട്ടൊന്ന് മൊരിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായാലാണ് പൂരി നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വീർത്ത് ഇങ്ങനെ വരത്തുള്ളൂ. ഞാൻ പൂരി ഉണ്ടാക്കാൻ അത്ര എക്സ്പേർട്ട് ഒന്നും അല്ല കേട്ടോ. പൂരി ഉണ്ടാക്കാന്ന് മാത്രമല്ല, കുക്കിങ്ങിലേ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല. എൻ്റെതായ രീതിയിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പൊ ഇപ്പൊ നന്നായിട്ട് എണ്ണ ചൂടായി നിൽക്കുന്നത്. അതിലേക്ക് ഇട്ടിട്ട് ഇത് പൊങ്ങി വരണ്ടോ നോക്കാം. അപ്പൊ കുറച്ചൊക്കെ ഏകദേശമൊക്കെ കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ രണ്ട് സൈഡ് നല്ല മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പൂരി എടുത്ത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പൂരിയും ഞാൻ മൊരിച്ചെടുത്തു കേട്ടോ. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഇന്ന്? എന്തായിരുന്നു നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്? കമന്റിലൂടെ പറയൂ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു വീഡിയോക്ക് ഇങ്ങനെ വോയിസ് കൊടുക്കുന്നത്. ഇത് എത്രത്തോളം ശരിയാവുണ്ടെന്നൊന്നും എനിക്കറിയില്ല. നോക്കാം. അപ്പോൾ പൂരിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിഴങ്ങ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ. അപ്പോൾ ഇതെങ്ങനെയുണ്ട് എന്നൊന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ തന്നെ ആദ്യം തന്നെ ഒന്ന് കഴിച്ച് കൊള്ളാമോ എന്ന് നോക്കട്ടെ. കുറച്ച് പൂരി എടുത്ത് കുറച്ച് കിഴങ്ങറി കൂട്ടി. കിഴങ്ങറിക്ക് ചൂടായതുകൊണ്ട് എൻ്റെ കയ്യിൽ ലേശം പൊള്ളുണ്ട്. കഴിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല, അത്ര മോശം എന്ന് പറയാൻ പറ്റില്ല. കഴിക്കാം. അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കൂ. നാളെ വേറൊരു വീഡിയോ കാണാം. അപ്പോൾ താങ്ക് യു. ഓക്കെ, ബൈ.